രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസമുള്ള വാർത്തയാണ്. രണ്ടാമത്തെ ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. കെപിസിസി അധ്യക്ഷൻ കൈമാറിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിലാണ് രാഹുലിന് തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. ജാമ്യം അനുവദിച്ചതിനെതിരെ സർക്കാർ അപ്പീൽ നൽകും. രണ്ടാമത് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നതാണ് ഒരു ഉപാധി. അതിജീവിതയെയും സാക്ഷികളെയും സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ പാടില്ലെന്നതടക്കം പ്രധാനപ്പെട്ട ചില ഉപാധികൾ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് വലിയ വിജയമാണ്, പ്രോസിക്യൂഷന് വലിയ തിരിച്ചടിയുമാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിശദമായ വാദം കേട്ടത്. അന്ന് പെൺകുട്ടിയുടെ മൊഴിയടക്കം പോലീസ് റിപ്പോർട്ടടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. മാത്രമല്ല, ഈ കേസിൽ ഗുരുതരമായ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തെളിവുകളുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്നായിരുന്നു. ഏതായാലും ഈ രണ്ടു വാദവും കേട്ട ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം കോടതിയുടെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം. ഉടൻ തന്നെ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഈ രണ്ടാമത്തെ പരാതിയിൽ ആ പരാതി ഫോർവേഡ് ചെയ്ത് പോലീസിന് കൊടുത്ത കെപിസിസി പ്രസിഡന്റിനും സംശയമാണ്. അതൊരു വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ ആയിരുന്നു കേട്ടോ. അതിന്റെ പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വായിച്ചു, എന്നിട്ട് അതിന്റെ കോപ്പിയുണ്ട്. പേരില്ലെങ്കിലും അഡ്രസ് ഇല്ലെങ്കിലും അതിന്റെ ഉദ്ദേശം എനിക്കറിയാം. രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയതോടെ ഒളിവ് ജീവിതം അവസാനിപ്പിക്കാം എന്നാണ് കരുതുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ 14 ദിവസമായി ഒളിവിലാണ്. ആദ്യത്തെ കേസിൽ ഹൈക്കോടതി നോ അറസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിന് പിന്നാലെ രണ്ടാമത്തെ കേസിൽ സെഷൻസ് കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം കിട്ടി. അതുകൊണ്ട് ഇനി പുറത്തിറങ്ങിയാലും അറസ്റ്റ് ഭയക്കേണ്ടതില്ല. ഏതായാലും നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് വോട്ട് ചെയ്യാൻ എത്തുമോ എന്നുള്ളതാണ് കൗതുകം.